ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ പരിചയപ്പെടുത്തുന്നത് ചപ്പാത്തി wrap-ആണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഉപയോഗിക്കാം. പിന്നെ സ്കൂളിൽ പോകുന്നവർക്കും ഓഫീസിലേക്ക് പോകുന്നവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചേരുവകൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും ഗോതമ്പ് പൊടിയും നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. പിന്നെ ഒലിവ് ഓയിൽ മാത്രം ചേർക്കണമെന്നില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ജീരകം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു സബോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സബോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി വഴന്നു വരുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ ട്രഷേഴ്സിൻ്റെ ബീഫ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മസാലകളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 1/2 കപ്പ് അളവിലുള്ള കോളിഫ്ലവർ ചേർക്കാം. നേരിയ ചൂടിലുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കോളിഫ്ലവർ 15 മിനിറ്റ് ഇട്ട് വെച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോളിഫ്ലവറിലുള്ള അണുക്കളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. ഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായി ചേർന്ന് വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പനീറും 1/4 കപ്പ് അളവിൽ കാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും പെട്ടെന്ന് ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് പനീർ. തീർച്ചയായും ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ പനീറും ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറും പാകമായിട്ടുണ്ട്. അതുപോലെ പനീറും സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പതിപ്പിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഫില്ലിംഗ് പാകമായി വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കണം. ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് മാവ് വെച്ച് നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പോൾ നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു മൂടി വെച്ച് കറക്റ്റ് റൗണ്ട് ആക്കി എടുത്തിട്ടുമുണ്ട്. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് പോയ കാരണം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ.
ചപ്പാത്തി നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ചപ്പാത്തി എടുത്ത് അതിന്മേൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സോസ് ചേർക്കാവുന്നതാണ് കേട്ടോ. അല്ലാത്തവർക്ക് സോസ് നിർബന്ധമില്ല. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നാവിൽ നല്ല രുചിയാണ്. ഇനി ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുത്ത് വരാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയും ആരോഗ്യപരമായ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.